ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ 11th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ നമ്മുടെ ഫോക്കസ് മാളിലുള്ള എംഗ്രിൽഡിൽ വെച്ചിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്തത്. ഒരു കുഞ്ഞ് ആൽമണ്ട് ചോക്ലേറ്റ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത്. സോ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ചിക്കൻ സ്റ്റീംഡ് മൊമോസാണ്. പ്ലസ് സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മറ്റൊന്നാണ് ഹണി ഗ്ലേസ്ഡ് പ്രോൺസ്. നമുക്ക് ഭയങ്കര വന്നതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഡിഷ് ഇതാണ്. സോ ഫുഡൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടേത് ഒരു ലവ് കംസ് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 11 years ആയെങ്കിലും ഞങ്ങൾ തമ്മിലൊരു 2008 തൊട്ടിട്ട് അറിയാം. പിന്നീട് ഞങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നു, വീട്ടിലറിയുന്നു, ഭയങ്കരമായിട്ട് നമ്മൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ഫൈനലി എൻ്റെ പേരൻസ് അതിലേക്ക് വരുന്നു. ഓക്കെ, ഇനി എന്തായാലും അവൾ ഇത്രയും ആഗ്രഹിച്ചതല്ലേ, ഇഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു കല്യാണം തന്നെ നടത്തി കൊടുക്കാം എന്നുള്ള ഡിസിഷനിലേക്കൊക്കെ നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒരു ഡ്രീം ഡേ തന്നെയായിരുന്നു 2015 April 6 എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ എന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്തൊരു ഫീലോട് കൂടിയാണ് ഞങ്ങൾ ആ ഒരു കല്യാണം കഴിക്കുന്നത്. കാരണം അത്രയും കാലം പ്രണയിച്ചു, അതിനുശേഷം നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഡേ വന്നു. ഇതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇണക്കവും പിണക്കവും ഉള്ളതാണല്ലോ ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത്. സോ ഞങ്ങളുടേതും സ്വാഭാവികമായിട്ടും അതുപോലെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ചോപ്സ്റ്റിക്കിൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റൈലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊമോ ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും പോയി ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു മാരേജ് നടക്കണതൊക്കെ. എനിക്ക് എൻ്റെ കല്യാണം എങ്ങനെ നടക്കും എന്നൊക്കെയുള്ള ആ കാലത്ത് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിനേക്കാട്ടും സൂപ്പറായിട്ട് തന്നെ എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ എൻ്റെ കല്യാണം നടത്തി തന്നു എന്നുള്ളതാണ്. സോ ഇതിനിടയിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സുഷി എത്തിയിട്ടുണ്ട്. നമ്മൾ മിക്സഡ് പ്ലേറ്ററാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടാതിരുന്നത് റോ ഫിഷ് മീറ്റ് വന്നിട്ടുള്ള സുഷി മാത്രമാണ്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ വെള്ളപ്പം വന്നു, ഫിഷ് മാംഗോ കറി വന്നു, ചിക്കൻ കറി വന്നു. ഇതെല്ലാം ഞങ്ങൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഒരു സൂപ്പർ ഡിന്നർ ഡേ തന്നെയായിരുന്നു ഇത്. ലാസ്റ്റ് ഒരു ലൈം ടീയോട് കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നർ ക്ലോസ് ചെയ്തത്.